അന്ന് 1901 സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ 560 ഏക്കർ ഭൂമി 18/1 പാട്ടുഭൂമിയാണെന്നാണ് എഴുതിയത്. രാജാവിന്റെ ഭൂമിയല്ലേ? ഈ രാജാവിന്റെ ഭൂമി എടുത്തിട്ട് എങ്ങനെ ദൈവത്തിലേക്ക് കൊടുക്കാൻ? ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? വഖഫ് എന്ന് പറഞ്ഞ ഗോഡ്, അത് പരിശുദ്ധമായ ഒരു സാധനം നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിനെ കൂടി അള്ളാഹുവിനെ കൂടി പറ്റിച്ച മുതലാണ് ഇയാള് വഖഫ് ചെയ്തത്. മുനമ്പം വഖഫ് ഭൂമി സംബന്ധിച്ച് കേരളീയത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് ഈ ഭൂമി തിരുവിതാംകൂർ രാജാവിൽ നിന്ന് വാങ്ങിയ അബ്ദുൽ സത്താർ മൂസ ഹാജിയുടെ പേരമകൾ, അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ്റെ മകൾ ഷംഷാസ് ഹുസൈനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമസ്കാരം. അപ്പോൾ മുനമ്പം ഇന്നൊരു വലിയ വിവാദ വിഷയമാണ്. കേരള സർക്കാരിന് ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ തലവേദനയായി തീർന്നുണ്ട് മുനമ്പം എന്ന് നമുക്ക് പറയാം. ഈ മുനമ്പം വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത്, വ്യക്തിപരമായി ഇടപെട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങുന്നത് എന്നു മുതലാണ്? സാർ, ഇത് സത്യസന്ധമായിട്ടാണ് എനിക്ക് ജനങ്ങളുടെ മുമ്പിലും സാറിൻ്റെ മുമ്പിലും എനിക്ക് വെളിപ്പെടുത്താനുള്ളത്. ഒരു അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകളും ആയത് കാരണം എനിക്ക് സത്യങ്ങൾ വെളിപ്പെടുത്താൻ എൻ്റെ കയ്യിൽ രേഖകളും ഉണ്ട്. ഞാൻ അറിയുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ വാപ്പൻ്റെ കൂടെ സത്താർ ഐലൻഡിൽ മൂത്തുകുന്നത്ത് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് ധർമ്മസ്ഥാപനത്തിൻ്റെ 154 ഏക്കർ ഭൂമിയിൽ വലിയൊരു കൊട്ടാരം പോലുള്ള ഒരു വീടുണ്ടായിരുന്നു സത്താർ ഐലൻഡിൽ വടവാരത്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് വാപ്പ, എൻ്റെ മൂത്ത സഹോദരി ഉണ്ട് മൈമൂന, പുള്ളീനെ ഒരു വട്ടം കൊണ്ടുപോകും. മനസ്സിലായ? അതായത് അവിടെ തെങ്ങ് കയറണമല്ല, തെങ്ങും തോപ്പാണ്. അവിടെയാണ് ഈ കൊട്ടാരം ഉള്ള ഒരു വീട്. അപ്പൊ ഒരു ദിവസം കൊണ്ടിട്ട് നമുക്ക് രാവിലെ പോയിട്ട് ഉച്ചക്ക് വരാൻ പറ്റില്ല. അപ്പൊ വഞ്ചിയുണ്ട്, ആ വഞ്ചിയിലാണ് പോണത് സത്താർ ഐലൻഡിൽ പോകും. അപ്പൊ ഈ മുനമ്പം ബൈക്ക് അങ്ങോട്ട് പോകുമ്പോ മുതലാളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാപ്പാനെ വിളിക്കും. മുതലാളി ഒന്നും ഇറങ്ങണില്ലേ എന്ന് പറയും. അപ്പോൾ വഞ്ചി ഇങ്ങനെ അടുപ്പിച്ചിട്ട് പറയും. അപ്പോൾ പറയും, ഇതെല്ലാം നമ്മുടെ സ്ഥലമായിരുന്നു, നമ്മുടെ ഉപ്പാൻ്റെ ഉപ്പ രാജാവ് കൊടുത്തതാണ്, ഇതിപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലായി. ഞാൻ അന്ന് കാണിച്ചില്ല കല്യാണത്തിന് വെച്ചിട്ട്, അയാളുടെ കയ്യിലായി. നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ അയാൾ ഇപ്പോൾ താമസിക്കണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അന്ന് ഈ വഖഫ് ചെയ്തു എന്നുള്ള വിവരം അല്ലെങ്കിൽ ആ സമയത്ത് കോളേജിന് കൊടുത്തു? ഇല്ല സാറേ, അന്ന് വഖഫ് ഒന്നും ആയിട്ടില്ല. വഖഫും ഇല്ല, കോളേജും ഇല്ല, ഒന്നുമില്ല. ഫാറൂഖ് കോളേജിനെ കുറിച്ച് കേൾക്കുന്നത് എന്നാ? ഫാറൂഖ് കോളേജിനെ കേൾക്കുന്നത് ഞാൻ ഒരു 1964 കഴിഞ്ഞപ്പോഴാണ് ഫാറൂഖ് കോളേജിനെ പറ്റി കേൾക്കുന്നത്. അതിനു മുമ്പ് ഇതെന്താ സംഭവം എന്നറിയാമോ? ഈ 1943 ഒരു ഭാഗപത്രം ഉണ്ടാക്കുന്നത്. അല്ല, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് കൃഷിക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും കൃഷി ചെയ്തിരുന്നോ? കൃഷി ചെയ്തിരുന്നു. എന്ത് കൃഷി ചെയ്തു അവിടെ? അതായത് നെൽകൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അല്ല, ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് ഇത്രയധികം ഭൂമി വാങ്ങാൻ അന്ന് പാട്ടത്തിന് രാജാവ് ഭൂമി തരാൻ ബ്രിട്ടീഷുകാർക്കാ പൊതുവില് കേരളത്തിൽ പാട്ടം കൊടുത്തിരുന്നു ആ കാലത്ത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൂപ്പൻ, അതായത് എന്റെ മുത്തച്ഛനുമുള്ളത് കോടീശ്വരന സത്താർ സേട്ട് അബ്ദുൽ സത്താർ ഹാജി തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന്റെ സുഹൃത്ത. അത് ഈ നാരായണ ഗുരുവായിട്ട് എന്താ? അതായത് നാരായണ ഗുരുവായിട്ട് വാപ്പ പറഞ്ഞറിയിപ്പാണ്. അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസ അദ്ദേഹത്തിന്റെ വാപ്പ ഹാജി മൂസയുടെ പേർക്ക് ഒരു പള്ളി ഉണ്ടാക്കി. ഈ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ വീട് ആലുവയിൽ അന്ന് ശ്രീനാരായണ ഗുരു വന്നേക്കണ സമയം ഉണ്ടായിരുന്നു. അപ്പൊ നാരായണ ഗുരു സാറിന് പെരിയാർ ഭാഗം വളരെ ഇഷ്ടമായി. പ്രമുഖ ബിസിനസ്സുകാരനായ എൻ്റെ ഉപ്പയാണ് അബ്ദുൽ സത്താർ ഹാജി, അദ്ദേഹമായിട്ട് ലോഹി പോയി. അപ്പൊ നാരായണ ഗുരു ഈ വസ്തു ആവശ്യപ്പെട്ടു. ഈ വസ്തു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിട്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഉപ്പ കൊടുത്തതാണ്. നാരായണ ഗുരുവിന് ആശ്രമം വില വേണ്ടെന്ന് പറഞ്ഞു.
ഇത് ആശ്രമത്തിനല്ലേ എന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞാണേ ഇല്ല പണം വേണ്ടെന്ന് പറഞ്ഞ അത് പറ്റൂല സേട്ടു, ഞാനൊരു തുക തരും, ആ തുക അങ്ങോട്ട് ആ തുക ഉള്ളത് വാങ്ങാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്തതാണ്. അപ്പൊ ഈ രാജാവ് നൽകിയ പാട്ടം, ആ പാട്ടത്തിന് ശേഷം അതിന് പട്ടയം ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിൽ എന്ത് എനിക്ക് അതായത് ഇത് പട്ടയം കിട്ടിയ ആൾക്കാര് പറയണേണ്. അതാണ് മനസ്സിലായ? അത് ഞാനും കേട്ടിട്ടുണ്ട്, എന്റെ വാപ്പായും കേട്ടിട്ടുണ്ട്. വാപ്പ പറയണ എന്താണ്, ഇത് പാട്ടമായിട്ടാണ്. എന്റെ വാപ്പാടെ മൊഴി വന്നേക്കണത് ഞങ്ങളോട്. തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തതാണ്. പക്ഷെ പട്ടയം കിട്ടി എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും പട്ടയം കിട്ടണമെങ്കിൽ തന്നെ അതിന് ആപ്ലിക്കേഷൻ നൽകാൻ ആരാണോ, അതായത് നമ്മുടെ അബ്ദുൽ സത്താർ ഹാജി മൂസ മരിച്ചതിന് ശേഷമാണ് ഇത് പറഞ്ഞുണ്ടാക്കിയേക്കണത് പട്ടയം കിട്ടിയെന്ന്. അപ്പൊ ഈ 50 ആധാരത്തിന് മുമ്പ് എന്തെങ്കിലും ആധാരം ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അതെന്ത്? 1943 എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഒരു വാഗപത്രം ചെയ്തിട്ടുണ്ട്. അത് അഞ്ചിക്കൈമൾ ഡിസ്ട്രിക്ട് കോടതിയിൽ, ഇത് ഭയങ്കര ചരിത്രമാണ് സാറേ. ഇവിടം തൊട്ടാണ് സിനിമ തുടങ്ങണ മാതിരി തുടങ്ങണത്. ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ഒറ്റ ഒരു മകനുണ്ടായിരുന്നു. അബ്ദുൽ സത്താർ ഹാജി മൂസാന്റെ ഒരു മകൻ അബ്ദുൽ കരീം. ഈ അബ്ദുൽ കരീം 1923 അബ്ദുൽ സത്താർ ഹാജി മൂസ ഒരു വിൽപത്രം ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് വിൽപത്രമാണ് സാർ, ഇത് കളങ്കമൊന്നുമല്ല. മട്ടാഞ്ചേരി രജിസ്റ്റർ ഓഫീസിൽ 7ാം നമ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകൻ അബ്ദുൽ കരീം മരിച്ചുപോയി. ആരിരിക്കെ? അബ്ദുൽ സത്താർ ഹാജി മൂസ ഇരിക്കവേ അതിലുണ്ടായ ഒരു മകളാണ് ജുംബുബായി മൂസ. ഇവരാണ് അതിലുണ്ടായത്. പിന്നീട് ഇയാൾ മരിച്ചതിന് ശേഷം വേറെ വിവാഹം കഴിച്ചതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൽ നിന്നിട്ട് വേറെ മക്കളായതാണ് ബാക്കി 2-3 മക്കൾ. ഈ ജുംബുബായും മൂസായും ആണ് മക്കളെന്ന് പറയും. എൻ്റെ ആങ്ങളെ മരിച്ചതിന് ശേഷം ഇവളെ പുറത്താക്കി, ഇവള് പോയിട്ട് വേറെ വിവാഹം കഴിച്ചില്ല. അപ്പൊ ഈ അബ്ദുൽ സത്താർ ഹാജി മൂസ 1923 ഇങ്ങനത്തെ ഒരു വിൽപത്രം ചെയ്യുമ്പോ എന്തുകൊണ്ട് സാർ ഈ മുൻപത്തെ സ്ഥലം അങ്ങേര് വെളിപ്പെടുത്തിയിട്ടില്ല? അത് പാട്ടഭൂമിയോ സാറിന് തന്നെ മനസ്സിലായ? അതായത് ഈ ഒരു മനുഷ്യന്റെ ഒരു വാടക കെട്ടിടം നമ്മൾ എങ്ങനെ നമ്മുടെ സ്വത്തിൽ ചേർക്കും സാർ? സ്വത്തിൽ ചേർക്കാൻ പറ്റൂലല്ല. എനിക്ക് തോന്നുന്നു സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ പണ്ടാരവക ഭൂമി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുക അല്ലേ? തിരുവിതാംകൂർ രാജാവിന്റെ സ്വത്ത് തന്നെയായിരുന്നു 100%. പിന്നെ ഇത് ജന്മം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ സ്ഥലം വന്ന് ചേർക്കണമെങ്കിൽ 404 ഏക്കർ ഭൂമിയായിട്ട് ചേർക്കൂല. 404 ഏക്കർ ഭൂമി ഒരിക്കലും ജന്മം കൊടുക്കുന്നു എനിക്ക് തോന്നണില്ല. തിരുവിതാംകൂർ സാധ്യമല്ല. ഇതിൽ കള്ളക്കളിയാണ് നടന്നേക്കണത്. ഈ 404 ഏക്കറിന്റെ ഭൂമി ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പട്ടയം ഉണ്ടാവുമല്ലോ. അതിന്റെ രേഖയൊന്നും ആ പട്ടയം എന്തുകൊണ്ട് ആൾക്കാർ പുറത്ത് കാണിക്കുന്നില്ല? പിന്നെ 1943 ഈ ഭാഗപത്രം ചെയ്യുമ്പോൾ 2553 2558 എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടയ നമ്പർ കാണിക്കുന്നുണ്ട്. ഈ പട്ടയ നമ്പർ എന്തുകൊണ്ട് സാർ വെളിപ്പെടുത്തുന്നില്ല? അത് ആ ഭാഗപത്രം നടത്തിയത് ആരാ? അതാരാ നടത്തുന്നു? ഈ 1943 ഈ അബ്ദുൽ കരീമിന്റെ പേരിൽ കുറെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആറിന്റെ പേരില് ഈ മകൻ മരിച്ചുപോയാൽ അപ്പൊ തന്തപ്പടിയും മരിച്ചു. ആരെ? അബ്ദുൽ സത്താർ ഹാജി മൂസയും മരിച്ചു. ഈ 1943 അബ്ദുൽ സത്താർ ഹാജി മൂസ ഇല്ല സാർ. എന്റെ മൂത്ത ചേച്ചി മൈമൂന കണ്ടിട്ടില്ല, മുംതാസ് കണ്ടിട്ടില്ല, ഇയാള് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. വാപ്പ മാത്രമേ അബ്ദുൽ സത്താർ ഹാജി മൂസാനെ വീട്ടിൽ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാണിത്. ഞങ്ങൾ 4 പേരും ജനിച്ചു വളർന്ന വീടാ. ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളും ജനിച്ചു വളർന്ന വീടാ. എന്നിട്ട് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയുള്ളത് ഈ ഭൂമി തരുമ്പോ ഈ 1923 ഈ പട്ടയ വിൽപത്രത്തിൽ ഇത് ചേർത്തിട്ടില്ല. അബ്ദുൽ സത്താർ ഹാജി മൂസ ഉള്ളത്
ഈ ഇതിന്റെ അല്ല 43 അപ്പൊ ആധാരം ഉണ്ടാക്കുന്ന ആരാ? ജുംബുബായ്. ജംബുബായ്. അതായത് അബ്ദുൽ കരീം മരിച്ചുപോയല്ല, അബ്ദുൽ കരീമിന്റെ പേരിൽ മകനായ മൂസയുടെ പേരിൽ കുറെ സ്വത്തുക്കൾ ഉണ്ട്. അത് മട്ടാഞ്ചേരിയിലെ കുറെ സ്വത്തുക്കൾ കൊടുത്തു. അപ്പൊ മൂസാക്ക് കണ്ടമാനം സ്വത്ത് വന്നു. അതില് മുൻപ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേർത്തു. അതില് ചേർത്തു. ഓക്കെ ഓക്കെ. ഈ മൂസയുടെ സ്വത്തുക്കൾ കിട്ടിയ വിവരണം എവിടെ സാർ? സാറിന് മനസ്സിലായ? ഇപ്പൊ മൂസാക്ക് സ്വത്തുക്കൾ കിട്ടിയെന്ന് പറയണം. ആര് കൊടുത്തു? അബ്ദുൽ സത്താർ ഹാജി മൂസ കൊടുത്തു എന്ന് പറയുന്നു എന്റെ മുത്തച്ഛൻ. ആ സ്വത്തുക്കളുടെ രേഖകൾ എവിടെ സാർ? ആ രേഖകൾ കാണിക്കാതെ ഇവര് അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഈ സഹോദരിമാര് ആരെ? യഥാർത്ഥ സഹോദരിയായ ജുംബുബായിയും വേറെ ഈ ആ സ്ത്രീ പോയിട്ട് വേറെ വിവാഹം കഴിച്ചിട്ടുള്ള, അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണത്. ഇങ്ങനെയാ കേട്ടാ, പല രീതിയിലും കേട്ടിട്ടുണ്ട്. അതിൽ നിന്നായ ഈ ഫാത്തിമാബായി, മറിയംബായി, റാബുബായി ഇവരെല്ലാവരും കൂടി കേസ് കൊടുത്തു. എന്താണ്? എൻ്റെ ആങ്ങളുടെ സ്വത്തിൽ നിന്ന് എനിക്ക് അവകാശം വേണമെന്ന്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മ ജീവനോടെ ഉണ്ട്. സാറിന് മനസ്സിലായപ്പോ? ആര്? റൊക്കുബായി. ആങ്ങളുടെ മകന്റെ സ്വത്തില് അച്ഛൻ്റെ പെങ്ങൾക്ക് അവകാശം ഇല്ലേ? ഇല്ലേ സാർ? ഉണ്ടല്ലേ? അവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണ്ടേ സാർ ഈ അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസ് കൊടുക്കാൻ? ഇല്ല. അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോടതിയിൽ എന്നിട്ട് അവിടുന്ന് ഒരു ഉത്തരവ് വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇതിൽ വീതം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ വീതത്തിന്റെ സമയത്ത് റൊക്കുബായിനെ ചേർത്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? മുൻപത്തെ ഭൂമിയും കൂടി ഇവര് ജഡ്ജി പറഞ്ഞു ശരി വീതം വെക്കാൻ വേണ്ടി ഉത്തരവ് നൽകി. ആ ജഡ്ജിമെന്റിന്റെ കാര്യം ഈ ഭാഗപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അഞ്ചിക്കൈമല്ലുണ്ടെന്ന് പറയുന്നുണ്ട്. പണ്ടത്തെ അക്ഷരങ്ങളാ അത് ചേർത്തിട്ടുണ്ടെന്ന്. ഈ 43 ഇങ്ങനെ ഒരു ഭാഗപത്രം ഉണ്ടാക്കുന്നു. ഈ ഭാഗപത്രം ഉണ്ടാക്കുമ്പോൾ എന്റെ അച്ഛന്റെ അമ്മ ജീവനോടെ ഉണ്ട്. റൊക്കുബായി അറിഞ്ഞിട്ടില്ല. റൊക്കുബായി ആയ എന്റെ അമ്മുമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മുമ്മ അപ്പൊ എഗൻസ്റ്റ് ചെയ്താനെ. ഈ മൂന്നുമ്മ സ്ഥലം കൊടുക്കില്ല. എന്താ കാര്യം? തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടമായിട്ട് നൽകിയതും അവരുടെ കുടുംബവുമായിട്ട് എപ്പോഴും യാത്ര ചെയ്യുന്നതുമാണ്. അപ്പൊ ഈ 43 ആധാരത്തിന്റെ ബേസ് ചെയ്താണ് 50 ഈ വഖഫ് ചെയ്യുന്നത് അല്ല. ഈ 43 ഒരു ആധാരം നടത്തി. അപ്പൊ ഈ 4 സഹോദരിമാര്, അതായത് ജുംബുബായി, റാബുബായി, ഫാത്തിംബായി, മറിയംബായി, ഇവർക്ക് ആമിന, അതായത് മൂസയുടെ ഒരു മകളുണ്ടായിരുന്നു, അതിന്റെ കെയർ ടേക്കറായിട്ട് സംരക്ഷണായിട്ട് സിദ്ദീഖ് സേട്ട് വന്നു. അന്ന് ആ പെണ്ണിന് എന്തോ 4 വയസ്സെന്തോ ഉണ്ട്. എന്നിട്ട് ഈ 43 കെയർ ടേക്കറായിട്ട് വന്നതും സിദ്ദീഖ് സേട്ട്. അത് ആധാരത്തിലുണ്ട് കെയർ ടേക്കറാണെന്ന്. 1946 3 കെയർ ടേക്കറായിട്ട് ഭാഗപത്രത്തിൽ വെച്ച്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത്? ഇയാളുടെ ലക്ഷ്യം മുഴുവനും ആ മുൻപത്തെ പ്രോപ്പർട്ടിക്കാണ്. ഇയാൾ ആ സമയത്ത് കെയർ ടേക്കറായിട്ട് ഇരുന്നിട്ട് ഈ മുൻപം ഭൂമി ഭാഗാധാരത്തിൽ ചേർത്തു. അയാളാണ് തന്ത്രശാലി. ഇത് അച്ഛൻ്റെ അമ്മ അറിയുന്നില്ല. അച്ഛൻ്റെ അമ്മക്ക് അവകാശം കൊടുത്തിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ അവകാശത്തിന് വേണ്ടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഏത് പറവൂർ കോടതിയിൽ, അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ഭാഗം ചെയ്യാൻ വേണ്ടിയുള്ള കൊടുത്തിട്ടില്ല. അതൊന്നും ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ തിരുവിതാംകൂർ രാജാവ് സത്താർ സേട്ടിന് നൽകിയ ഈ പാട്ടഭൂമി ആധാരം ഉണ്ടാക്കിയത് ഈ അവസാനത്തെ സിദ്ദീഖ് സേട്ടാണ്. അദ്ദേഹത്തിന് ഇതിൽ യാതൊരു അധികാരവും ഇല്ല, അല്ലെങ്കിൽ അവകാശവും. ഞങ്ങളുടെ കുടുംബത്തില് ബ്ലഡ് കണക്ഷനോ ഇല്ല, മരുമകനോ പേരക്കിടാവോ ഒന്നുമല്ല. അയാള് മകനുമല്ല. വിൽപത്രം വായിച്ചു നോക്കൂ സാർ. അപ്പൊ ഇതൊന്നും നടന്ന് നിങ്ങൾ അക്കാലത്ത് ആരും അറിയുന്നത്? പിന്നെ അറിയുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. സിദ്ദീഖ് സേട്ട് ഇങ്ങനത്തെ ചതി ചെയ്തിട്ട് വാപ്പ എപ്പോഴും പറയും എന്ത് ചതിയാനാണ് ഇയാള്. എൻ്റെ മൂത്ത സഹോദരി കേട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മി ജീവനോടെ ഉണ്ട്. എൻ്റെ ഉമ്മാനോട് ഈ ഹാളിൽ ഇരുന്ന് പറയും എന്ത് ചതിയാണ്
സിദ്ദീഖ് ചെയ്തത് നമ്മുടെ കുടുംബത്തോട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ഒരാളായിരുന്നോ സിദ്ദീഖ്? ഇല്ല, പരിചയങ്ങളും ഇല്ല? ഏയ് അങ്ങനെ ഒന്നുമില്ല. വല്ല കല്യാണങ്ങളിലൊക്കെ വെച്ച് കാണും എന്നല്ലാണ്ട്. ഇയാൾക്ക് മട്ടാഞ്ചേരിയിൽ ഇയാളുടെ ഭാര്യയുടെ സ്വത്തായ ഒരു പ്രമഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒരു വീടുണ്ട്. അയാൾ മട്ടാഞ്ചേരിക്കാരനാണ്. മട്ടാഞ്ചേരിയിലാണ് അയാള് താമസിച്ചിരുന്നത്, പ്രമഞ്ചി. ഈ മുൻപ് സ്ഥലമുള്ളത് എന്ത് ചെയ്ത് ഈ 1946 ഫാത്തിമ ബായിയുടെ പേർക്കും ആമിനയുടെ പേർക്കും കൂടി ഉണ്ടായിരുന്ന ഈ മുൻപത്തെ സ്ഥലം. ഈ മുൻപത്തെ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് ജുംബു ബായി പണം കൊടുത്തിട്ട് അത് തീർവാങ്ങി. അങ്ങനെ ഒരു ആധാരം ഉണ്ടാക്കിയിട്ടുണ്ട് 1946. അപ്പൊ ഈ സ്ഥലം ഉള്ളത് ജുംബുബായുടെ കയ്യിലായി. അപ്പൊ ഇതൊക്കെ ചെയ്യിക്കണത് എല്ലാത്തിനും സാക്ഷി ആരാ? സിദ്ദീഖ്. അപ്പൊ ജുംബുബായി ആയിട്ടുള്ള ഒരു ഒന്നുമില്ല. അയാളുടെ ലക്ഷ്യം എന്താണ്? അയാളുടെ ഭാര്യയുടെ പേരും ജുംബുബായി. എന്തെങ്കിലും കാലക്രമേണ പ്രശ്നങ്ങൾ വന്നാൽ എൻ്റെ ഭാര്യയുടെ സ്വത്താണെന്ന് കാണിക്കാം. എന്നിട്ട് അതിൽ ഒപ്പിട്ടേക്കണ ആരാണ്? ഏജന്റ്, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ജുംബുബായുടെ പേരിൽ 1946 1950 ഇയാള് ഈ ഫാറൂഖ് കോളേജിന് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. എന്താ കാര്യം? ഭൂപരിഷ്ണ നിയമം തന്നെയാണ് സാർ. അല്ല, ഞാൻ ചോദിക്കുന്ന ഫാറൂഖ് കോളേജ് ഇയാളുമായിട്ട് നല്ല അടുപ്പം? ഒരു ഇതില്ല സാർ, ഒരു അടുപ്പമില്ല. പിന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീതി സാഹിബ് ഉണ്ട്. ഈ സീതി സാഹിബ് ഇയാളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, സിദ്ദീഖ് സേട്ടായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഈ ഭൂപരിഷ്ണ നിയമം വരാൻ പോണെന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അയാളുടെ ഉടമസ്ഥതയിലല്ലാത്ത, അയാൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു ഭൂമി തട്ടിയെടുത്ത് വഖഫ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത്? ഈ സീതി സാഹിബ് അന്ന് 1964 എന്തോ ഭൂപരിഷ്ണ നിയമം തോന്നുന്നു. അന്ന് EMSന്റെ കാലമാണ്. 57 വന്നു ഭൂപരിഷ്കരണത്തിനുള്ള ചർച്ചകൾ തുടങ്ങി. അതിനേക്കാൾ മുമ്പൊക്കെ ഈ മന്ത്രിമാര് മുഖാന്തരമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സേട്ടു സാഹിബിന്റെ കയ്യിൽ സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാം കൂടി തോണ്ടി കൊണ്ട് പോവൂലേ? അപ്പൊ ഇയാൾ എന്ത് ചെയ്ത്? ഫാറൂഖ് കോളേജിന്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? സീതി സാഹിബൊക്കെ ഇയാളുടെ കൂട്ടുകാരനല്ലേ, ഇത് കൊട്ടയിട്ട് അങ്ങോട്ട് മൂടും, ആരും അറിയൂല. അങ്ങനെയായിട്ട് ഇയാള് അവിടെ കൊണ്ടുപോയി എഴുതിയതാണ്. ആ തീറാധാരം അല്ല സർ, അത് ഒസിയത്ത് വിൽപത്രമാണ് ചെയ്തേക്കണം. പരമകാരുണ്യൻ അത് പിന്നെ എല്ലാവരും എഴുതും. അത് നമ്മളിപ്പോ 786 നമ്മൾ എഴുതണം എന്തിനാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു തുടക്കവാചകമാണ്. അതിന്റെ മീനിങ് ആണ് ഈ പരമകാരുണ്യനായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണത്. അത് ചെയ്തിട്ട് ഇയാൾ എന്താണ്? ദൈവത്തിനെ കൂടി അള്ളാഹുവിനെ കൂടി പറ്റിച്ച മുതലാണ് ഇയാള് വഖഫ് ചെയ്തത്. ഇയാൾ ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ ഇതിൽ 1,00,000 രൂപ വില നിശ്ചയിച്ചിട്ടാണ് ഇയാള് ഈ വഖഫ് 1,00,000 രൂപ വില നിശ്ചയിച്ചിട്ടാണ് ഇത് വഖഫ് ആധാരം ചെയ്യുന്നത്. എന്നിട്ടാണ് അയാൾ വസിയത്ത് പറഞ്ഞിട്ട് എന്താണ് അവിടെ അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്ക് വരുമെന്ന്. അദ്ദേഹത്തിന്റെ മക്കൾക്കാ? അദ്ദേഹത്തിന്, നമുക്കല്ല. ഈ വഖഫ് ചെയ്യുമ്പോ അയാൾ 4 വശം ചിന്തിക്കണ്ടേ? ഇതിൽ ഒരു അവകാശം റൊക്കുബായുടെ കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒക്കെ ശാപമുണ്ട് സർ. ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് ചേർത്തില്ല. അതായത് ഇവർക്ക് കണ്ടമാന സ്വത്ത് ഈ 1943 കിട്ടി. സിദ്ദീഖ് സേട്ട് ഈ മുൻപം മാത്രം എന്താണ് സാർ എടുത്തത്? പാട്ടഭൂമിയാ. പാട്ടഭൂമി മാത്രമല്ല, ഇയാളുടെ ഭാര്യയുടെ പേരും ജുംബുബായി എന്നാണ്. അപ്പൊ ഇയാൾ എന്ത് വിചാരിച്ച്? അങ്ങനെ ആവുമ്പോ എന്റെ കയ്യിൽ വലിയ വലിയ ആൾക്കാർ, അപ്പൊ അങ്ങനെ ആവുമ്പോ ഇതാരും പുറത്തറിയൂല. മറ്റേ ജുംബുബായി മരിച്ചു പോയാൽ ഞാൻ എൻ്റെ ഭാര്യനെ കൊണ്ടുവരും. അവസാനം എന്തായി? 2 ജുംബുബായും പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുനമ്പം വിഷയം പിന്നെ എന്നാണ് ഉയർന്നു വരുന്നത്? അത് കഴിഞ്ഞ് ഇത് ഫാറൂഖ് കോളേജിന്റെ കയ്യിലായി. യാതൊരു ബന്ധവും ഇല്ല. അതല്ല, ഞങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുനമ്പത്തിന്റെ വസ്തൊക്കെ പോകുമ്പോ യാതൊരുവിധ അവകാശമോ കാര്യങ്ങളോ ആ ഭൂമിയിൽ ഇല്ല. ആർക്ക്?
സത്താർ സേട്ടിന്റെ പരമ്പരകൾക്ക് അല്ല ഇത് അവര് വിൽപ്പന നടത്തി. അപ്പൊ ഞാൻ ചോദിക്കുന്ന സിദ്ദീഖ് സേട്ടുവിന് ഇത് വിൽപ്പന നടത്തി. ആര് നടത്തി? ജുംബുബായി നടത്തി കഴിഞ്ഞപ്പോ 1950 ആണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നു. എവിടെ? ഇടപ്പള്ളി രജിസ്റ്റർ ഫാറൂഖ് കോളേജിന് കൊടുക്കണത്. അത് കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടു ഇയാളുടെ മകനുള്ളത് കേസ് കൊടുക്കാൻ നടക്കണം. എന്തിന് കേസ്? മുനമ്പത്തിന്റെ സ്ഥലം തിരിച്ചു കിട്ടണം. അയാളാണ് കേസ് കൊടുത്തത് ആദ്യം. പിന്നെ അല്ലാണ്ട് ഇത് വഖഫ് അല്ല. ഞാൻ തുറന്നു പറയാ സാറേ, എനിക്ക് വഖഫ് ബോർഡിൽ നിന്നിട്ട് ഒരു അനുകൂല്യം കിട്ടാനോ അവരെ മതിപ്പായിട്ട് പറയാനോ അല്ല. ഇയാളാണ് ഇതിന്റെ പ്രധാന കണ്ണി. ഇയാളുടെ മകൻ പേരെന്തെങ്കിലും അറിയോ? അയാളുടെ പേര് നസീർ. അയാളാണ് നമ്മുടെ പ്രേം നസീറിന്റെ മരുമകനായ നിസാർ അഹമ്മദ്. മെയ്ദൂ സാഹിബിന്റെ മോനാണ് സാറേ. ജസ്റ്റിസ് ഹൈക്കോടതിയിലെ ജഡ്ജി മെയ്ദൂ സാഹിബിന്റെ മകനാണ് നിസാർ നേരത്തെ ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു. നസീർ എന്ത് ചെയ്ത് ഇത് വഖഫ് ബോർഡിൽ ഒരു ലെറ്റർ അയച്ചു, ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞിട്ട്. വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കണമെന്ന് അയാൾ അല്ലെന്നേ, വഖഫ് ബോർഡ് മുഖാന്തരം വേണമല്ല. ഇയാൾക്ക് തിരിച്ചു കിട്ടണം. ഇയാള് കേസ് നടത്തി. ഞാൻ പുറമേ നമ്മളെ കണ്ടില്ല, നമ്പറും എനിക്കറിയില്ല. ഇയാൾ എന്നിട്ട് വഖഫ് ബോർഡിലേക്ക് എത്തി. അല്ലാണ്ട് വഖഫ് ബോർഡ് ഇത് മനഃപൂർവ്വം വന്നിട്ട് അങ്ങോട്ട് കയറിയതല്ല. അങ്ങനെയായിട്ട് നിസാർ അഹമ്മദിനെ നമ്മുടെ BM ജമാൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നിസാർ കമ്മീഷനെ വെച്ചു. അത് 2008 അച്യുതാനന്ദൻ വരുമ്പോ. അതെ, അതിനു മുമ്പാണ് ഇയാള് ഈ കേസിന് വേണ്ടിയൊക്കെ ഇങ്ങനെ തുനിഞ്ഞാടുന്നത്. എന്താന്ന് ഇയാളുടെ അപ്പനാണ് ഇത് കൊടുത്തത്. അപ്പൊ ഞാനിത് 2008 2007 ഇയാളെ കണ്ടപ്പോ ഞാൻ പറഞ്ഞേ, താൻ എന്തിനാണ് ഇത് നടക്കുന്നത്? ഞങ്ങളുടെ അമ്മുമ്മയുടെ അവകാശം കൂടി തന്നിട്ടില്ലല്ല. ഒന്ന് അതുകൂടാണ്ട് ഇത് പാട്ടഭൂമിയല്ലേ, ഇതിനു വേണ്ടി എന്തിനാ തുനിയാണ് അതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ. ഈ 2009 നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നു. അതിനുശേഷം എന്തെങ്കിലും ഇടപെടൽ നടത്തിയ? 2008 നിസാർ കമ്മീഷൻ ഉള്ളത് അവിടെ അന്ന് വിളിപ്പിച്ചിരുന്ന നിങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള സത്താർ ഐലൻഡ് വിൽപ്പന നടത്തി 2008. സത്താർ ഐലൻഡ് വിൽപ്പന നടത്തിയപ്പോ അത് വലിയൊരു ഇഷ്യൂ ആയി. അല്ല, സത്താർ ഐലൻഡ് യഥാർത്ഥത്തിൽ ആരുടെ പേരിലുള്ളതാ? അബ്ദുൽ സത്താർ ഹാജി മൂസ ധർമ്മസ്ഥാപനത്തിന്റെ പേരില്, ട്രസ്റ്റിന്റെ. അബ്ദുൽ സത്താർ ഹാജി മൂസ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അത് എത്ര ഏക്കർ വരും? അത് 154 ഏക്കർ. അത് പാകപത്രത്തിൽ ആ 154 ഏക്കർ ഭൂമിയാണ് ഈ വിൽപത്രത്തിലുള്ളത്. അതിപ്പോ ട്രസ്റ്റിന്റെ പേരിലുണ്ട്. ട്രസ്റ്റിന്റെ പേരിലാണ്. അതാര് വിൽപ്പന നടത്തി? അതായത് അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി ഉണ്ടായിരുന്നത്, എന്റെ വാപ്പ മരിച്ചതിന് ശേഷം ഇതിന്റെ അകത്ത് ഒരു മാനേജിംഗ് ട്രസ്റ്റി വന്ന് കയറി. അവൻ ആള് ശരിയല്ലായിരുന്നു, ആദം അബൂബക്കർ എന്ന് പറഞ്ഞിട്ട്. അയാൾ എന്ത് ചെയ്തു, ഈ സ്വത്തുക്കളൊക്കെ വിൽക്കണം. അയാൾക്ക് എന്താണ്, വലിയ പേര് സമ്പാദിക്കണം മുസ്ലിം ലീഗിന്റെ മുമ്പിലൊക്കെ. അതിനുവേണ്ടി സ്വത്തുക്കൾ വിൽപ്പന അന്ന് വിൽപ്പന നടത്താം. അപ്പൊ ബോർഡിന് ചോദിച്ചിട്ട് ബോർഡിനോട് അനുവാദം വാങ്ങിച്ചു. ബോർഡ് അത് കൊടുത്തു. ബോർഡ് അപ്പം വിൽപത്രം നോക്കാതെയാണ് വിൽപ്പന നടത്തിയത്. ഇതില് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ സത്താർ ഐലൻഡ് വിൽപ്പന ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉത്തരവ് കൊടുത്തു വഖഫ് ബോർഡ്. അന്ന് നമ്മുടെ ജലീലായിരുന്നു ചെയർമാൻ. അങ്ങേര് ജലീൽ പ്രൊഫസറായിരുന്നു. അങ്ങേരാണ് അത് ഉത്തരവിട്ടത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് വിൽപ്പന നടത്തി. അപ്പൊ CEO ആയിട്ട് ഉണ്ടായിരുന്നത് BM ജമാല. BM ജമാൽ എന്ത് ചെയ്ത് അത് ഒപ്പിട്ട് ചെയ്ത് വിൽപ്പന നടത്താൻ വേണ്ടി വന്നപ്പോൾ ഒരു ഒക്ക ട്രിബ്യൂണലിൽ കോടതിയിൽ ഒരു സെറ്റിൽമെന്റ് ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അത് ഹൈക്കോടതിയിൽ വന്നു. അപ്പൊ ഞാൻ അവിടെ ഓടിച്ചെന്ന് BM ജമാലിനോട് പറഞ്ഞപ്പോൾ സാർ എന്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പം ഞാൻ പറയും കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കാനാ, അത് പറ്റൂല. ഇപ്പം ഭൂമിക്ക് വില കൂടി, അന്നത്തെ വിലയല്ല ഇപ്പം, ആ വില കൂടി. ഇനി ഒരു പണി 1996 കൊടുത്തതാണ്. ഇത് രണ്ടാമതും കൂടി തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങേരും
CRP 411/2008 എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തു. 481/2008 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ചലഞ്ച് ചെയ്തു. അത് വന്നത് അന്നാണ് 2016 കേസ് വന്നത്. ഈ വിൽപ്പന നടത്തിയത് നമ്മുടെ കുര്യൻ ജോസഫ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരെന്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണു ഗോപാലകൃഷ്ണന്റെ മക്കള് ഈ സ്ഥലത്തിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയി, മുദ്രപത്രം വാങ്ങിച്ച ഡേറ്റ് കഴിഞ്ഞു പോയി, അത് കാരണം കഴിയാൻ ഇനി 10 ദിവസമുള്ളൂ, അതിനു മുമ്പ് ഒരു രജിസ്ട്രേഷൻ നടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുര്യൻ ജോസഫ് സാറും ജസ്റ്റിസ് പിന്നെ ഹാറൂൺ റഷീദ് സാറും കൂടി ഒരു ഇൻട്രീം ഓർഡർ ഇട്ട് ഇത് എന്നെങ്കിലും അത് വിൽപ്പന നടത്തി റദ്ദ് ചെയ്യുമ്പോൾ ഈ ഭൂമി തിരിച്ചു കൊടുക്കണം, ഇത് ഇങ്ങനത്തെ ഒരു കാര്യമാണ്, അതായത് രജിസ്ട്രേഷൻ്റെ ഒരു ഇത് കഴിഞ്ഞ 60 ലക്ഷത്തിൻ്റെ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രീം ഓർഡർ കൊടുത്തു. ഈ അവരെന്ത് ചെയ്തു, ഓടി പറവൂർ കോടതി പോയിട്ട് മുരളീധരനായിരുന്നു രജിസ്ട്രാൾ, കണ്ടമാനം പണം കൊടുത്തു. എനിക്കറിയാം സാർ മുരളീധരനെ. ചെയ്തു, പണം വാങ്ങിച്ചാൽ പിന്നെ ആരാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാത്തത്? അയാൾ രജിസ്റ്റർ ചെയ്തു, ഹൈക്കോടതിന്റെ ഉത്തരവും ഉണ്ട്, അയാൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഇപ്പൊ സത്താർ ഐലൻഡിന്റെ അവസ്ഥ സത്താർ ഐലൻഡ് ഇപ്പൊ സുപ്രീം കോടതി കേസ് കിടക്കുകയാണ്. വാങ്ങിയവരുടെ കൈവശം ഇരിക്കുകയാണ്. വാങ്ങിയവരുടെ കൈവശം അല്ല, അന്യാധീനപ്പെട്ട് കിടക്കണം. അതേസമയം ഈ മുനമ്പം ഭൂമിയുടെ പേരിൽ ഇതുവരെ ഈ സത്താർ സേട്ടിന്റെ കുടുംബം ഇതുവരെ ഒരു കേസും. അതെങ്ങനെയാണ് സാർ ഈ പാട്ടത്തിന്റെ ഭൂമിയിൽ എങ്ങനെയാണ് കുടുംബം ഓടി വരുന്നത്? വരേണ്ട കാര്യം യഥാർത്ഥ മക്കള് ഒരിക്കലും വരില്ലല്ല. അപ്പൊ ഇപ്പം മുനമ്പത്ത് വിഷയമുണ്ടായപ്പം കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരെയോ ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയോ കണ്ടിട്ട് ഇത് പാട്ടഭൂമിയാണെന്ന് പറഞ്ഞു? അയ്യോ സാറേ, നമ്മുടെ MLA ആയ ഉണ്ണികൃഷ്ണൻ സാറിനറിയാമോ? അദ്ദേഹം എന്നോട് തീർത്തും പറഞ്ഞു, ശംഷാദെ ഇത് പാട്ടഭൂമിയാണ്, ശംഷാദ് പറയണത് ശരിയാണെന്ന്. പിണറായി സർക്കാർ ഉണ്ടായിരുന്ന കാലത്തും പിണറായി സർക്കാരിനും അറിയാവുന്ന വിഷയമാണ്. അല്ല, അതിലേതെങ്കിലും മന്ത്രിമാരെ നേരിട്ട് ഉണ്ട് സാർ, ഞാനത് പറയാൻ പറ്റൂല. അല്ല, ഞാൻ ചോദിക്കുന്ന അങ്ങോട്ട് അവരോട് പറഞ്ഞിരുന്ന? ഞാൻ അവരെ കണ്ടു, നേരിട്ട് കണ്ടപ്പോ അവര് എന്നെ പറഞ്ഞു. റവന്യൂ മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്ന? റവന്യൂ മന്ത്രിയും കണ്ടിരുന്നു. അപ്പൊ ഇത് രാജാവിന്റെ പാട്ടഭൂമിയാണ്, അവരെല്ലാവർക്കും അറിയാവുന്ന വിഷയം. ഞങ്ങൾക്ക് പാട്ടമാണ് പഴയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ അതായത് നമ്മുടെ രാജീവ് മന്ത്രിക്കും കൂടി അറിയാവുന്ന വിഷയമാണ്. നിയമമന്ത്രിയായിരുന്നു. അപ്പൊ ഈ അവരൊന്നും തന്നെ റവന്യൂ വകുപ്പിനെ അല്ലെങ്കിൽ ഉന്നതതല യോഗത്തിൽ ഒന്നും തന്നെ, പിന്നെ ആ സമയത്ത് ഹൈക്കോടതിയിൽ കേസ് നടക്കണല്ലേ? അത് ഈ അവസാനത്തെ കേസിലാണ് ഇത് പാട്ടഭൂമിയാണ് എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അതിനേക്കാളും മുമ്പ് അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഫാറൂഖ് കോളേജും ഈ മുനമ്പങ്കാരുമായിട്ടൊരു കേസ് നടന്ന് പറവൂരില്. അന്നും ഈ വിഷയം വന്നിട്ടില്ല. പാട്ടഭൂമിയാണെന്ന് കോടതി പരിശോധിച്ചിട്ടില്ല. സാർ, അതിൽ ഈ പാട്ടഭൂമിയുടെ വിഷയമല്ലേ ഉണ്ടായിരുന്നത്? പറവൂർ കോടതി അതൊരു ഇഞ്ചക്ഷൻ ഓർഡർ ആയിരുന്നു, അതില് വന്നിട്ടില്ല. അതിന്റെ എതിര് ഇവിടെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു, അതിന്റെ അപ്പീല് പോയി. ആ അപ്പീല് പോയാലും ഈ വിഷയമല്ല വന്നത്. എന്ന് വെച്ചാല് ഫറൂഖ് കോളേജോ ഇവിടെ താമസിക്കുന്നവരോ ഇത് പാട്ടഭൂമിയാണെന്ന് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇല്ല എന്നാണ് എന്റെ അറിവ്. അതുകൊണ്ട് കോടതി ആ കാര്യത്തിലേക്ക് പരിശോധന നടത്തിയിട്ടില്ല. അതായത് ഈ വില്ലേജ് ഓഫീസിലെ സെറ്റിൽമെന്റ് രജിസ്റ്റർ അന്ന് കിട്ടി. സെറ്റിൽമെന്റ് രജിസ്റ്റർ ഞാൻ ആവശ്യപ്പെട്ടപ്പോ കിട്ടി. അന്ന് 1901 സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ 560 ഏക്കർ ഭൂമി 18/1 പാട്ടഭൂമിയാണെന്നാണ് എഴുതിയേക്കുന്നത്. ഭണ്ഡാരപ്പാട്ട ഭൂമിയാണെന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ രാജാവിന്റെ ഭൂമിയല്ലേ? ഈ രാജാവിന്റെ ഭൂമി എടുത്തിട്ട് എങ്ങനെ ദൈവത്തിലേക്ക് കൊടുക്കാൻ? ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? വഖഫ് കൊടുക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിനല്ല സാറേ, അല്ല, വഖഫ് കൊടുക്കാൻ കഴിയില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ ഗോഡ്, അത് പരിശുദ്ധമായ ഒരു സാധനം നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പൊ ഒരു പള്ളി കൊണ്ടുപോയിട്ട് ഒരു ഭണ്ഡാരത്തില് ഒരു 500 രൂപ ഇട്ടു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല വീട്ടിലെത്താൻ. എനിക്ക് വീട്ടിലെത്തണമെങ്കിൽ 200 രൂപ വേണം. എനിക്ക് 500 രൂപ പോയിട്ട് രണ്ടാമത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതാണ് സാർ, ഞാൻ നടന്നു തന്നെ പോണം. അപ്പൊ സിദ്ദിഖ് സേട്ട് തട്ടിപ്പ് ചെയ്തത് നിന്നിട്ടില്ല. പിന്നെ ഫാറൂഖ് കോളേജ് ഇതില് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, അവർക്ക് അറിയില്ലല്ലോ. എന്താ സാറേ, എല്ലാം അറിയാന്ന്. ഇവര് ആരും ചോദിച്ചും വരൂല ഒന്നും വിചാരിച്ച്.
മനസ്സിലായ അതായത് സാറേ സത്യമുള്ള മുതലുണ്ടല്ല, അതായത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ സത്യമുള്ള മുതലായിരിക്കും. സത്യമുള്ള മുതല് ഒരിക്കലും നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അത് ഇന്നല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ അത് പുറത്തു വരും. അല്ല, തിരുവിതാംകൂർ രാജാവിന്റെ പാട്ടഭൂമി ആയിരുന്നതെന്ന് ഈ മുനമ്പത്തുകാർക്കും ഇപ്പോഴും അറിയോ? അവർക്കൊക്കെ അറിയാം. അവർക്കും അറിയാം. പിന്നെ അപ്പൊ ഈ നമ്മുടെ മറ്റേ ലുക്മാൻ ഇതിന്റെ സംരക്ഷണ വേദിയായിട്ട് അവരും പറഞ്ഞ മാതിരിയാണ് സാർ. അതായത് അവർക്ക് ഇതിന്റെ അകത്ത് ഓടിക്കേറിയ എന്തിനാ? ഈ വഖഫ് ബോർഡായിട്ടാണ് ഇഷ്യൂ. ഇത് എന്തിനാണ് ഇവര് കുത്തിക്കേറിയേക്കണത് ഇതിന്റെ അകത്ത്? അല്ല, അവർക്ക് ഞാൻ ചോദിക്കുന്ന അവരിപ്പോഴും സത്താർ സേട്ടിന്റെ കുടുംബത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞാ വാദിക്കുന്നത്. അല്ല, സിദ്ദീഖ് സേട്ട് എന്ന് പറഞ്ഞിട്ടാണല്ല. അല്ലെ, ഏറ്റവും ആദ്യം കിട്ടുന്ന ഭൂമി ഇവിടെയാണല്ലോ, പാട്ടമായിട്ട് കിട്ടുന്ന. അതുകൊണ്ട് ഞാൻ അയാളായിട്ട് സംസാരിച്ചു. അപ്പൊ ലുക്മാൻ എന്താ പറയണത്? ഇത് വഖഫാണ്. ഇത് സിദ്ദീഖ് സേട്ടിന്റെ വഖഫാണ്. ഞാൻ പറഞ്ഞ അതെങ്ങനെയാണത്? പാട്ടഭൂമി ഉള്ളത് സത്താർ സേട്ട് എന്റെ മൂത്തച്ഛനല്ലേ കിട്ടിയത്. അതെങ്ങനെയാണ് വഖഫാവുക? വഖഫ് ആയിട്ട് ചെയ്യണമെങ്കിൽ പരിശുദ്ധമായ മുതലായിരിക്കണം അള്ളാഹുവിന് വേണ്ടത്. പാട്ടഭൂമി എടുത്തിട്ടാണ് എങ്ങനെ? അത് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾ തെളിയിക്കും. തെളിയിച്ചും കൊണ്ട് നടന്നോ. ഇത് തീരാമോണില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കാര്യം കിടക്കണം ഇതിൻ്റെ അകത്ത് കുത്തിക്കയറാൻ? അവർ മനഃപൂർവ്വം കുത്തിക്കയറിയേക്കനെയാണ് ഇതിൻ്റെ അകത്ത്. അതായത് അവരെയും ബുദ്ധിമുട്ടിക്കണം. ഇത് സർക്കാർ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പിണറായി സർക്കാർ ഉണ്ടായിരുന്നപ്പോ കുറെ ഉത്സാഹിച്ചതാ. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി വന്നത്. അല്ല, പിണറായി സർക്കാർ ഉണ്ടായിരുന്നപ്പോ പിണറായി സർക്കാരിന്റെ അവിടെ ഉള്ളവർക്കൊക്കെ, അതായത് പിണറായി സാറിനും കൂടി ഇത് അറിയാവുന്ന വിഷയമായി. പാട്ടഭൂമിയാണ്. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന്. അല്ല, തിരുവിതാംകൂർ രാജാവിന്റെ പണ്ടാരപ്പാട്ട ഭൂമിയാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അങ്ങേര് എന്നിട്ട് ഒരു കമ്മീഷനെ വെച്ചോ രാമേന്ദ്രൻ സാറിന്. അല്ല, ഞാൻ കേട്ടെ, രാമേന്ദ്രൻ കമ്മീഷൻ വന്നപ്പോ മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിരുന്നു. അവിടെ ഈ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ടാരപ്പാട്ട ഭൂമിയാണ് ഇത്. അങ്ങേക്ക് സ്വയം അറിയാം. ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പർ ഇല്ലേ, ഞാൻ കൊണ്ടുപോയി കാണിച്ചു. ഈ സെറ്റിൽമെന്റ് രജിസ്റ്റർ. അതെ സാറിന്റെ അല്ലല്ല, എന്റെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ എന്റെ കയ്യിലുള്ള പേപ്പറും സാറിന്റെ കയ്യിലുള്ള പേപ്പറും ഒന്നാണോ സാറ് എന്നെ കാണിക്കണ്ട. ഞാൻ പറഞ്ഞു, സാറിന്റെ കൈവശമുള്ള പേപ്പർ എന്നെ കാണിക്കണ്ട. സാർ ഇത് കാണും. എന്റെ കയ്യിലുള്ള പേപ്പറും സാറിന്റെ കയ്യിലുള്ള പേപ്പറും ശരിയാണോ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ഇത് തിരുവിതാംകൂർ മഹാരാജാവിന്റെയാണ്. ഇത് സർക്കാർ ഭൂമിയാണ്. സമ്മതിച്ചു. അല്ല, രാമേന്ദ്ര പറഞ്ഞ അതിന്റെ ഒക്കെ തെളിവുകളുണ്ട്. ഇത് ഉണ്ടല്ലോ സാർ, ഇത് സർക്കാരിന്റെ റെക്കോർഡിക്കലിലുള്ളതാണ്. ആർക്കേസിലില്ലേ? സാറ് പോയി പരിശോധിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കി പ്രിന്റ് അടിച്ച് ഒപ്പിട്ട് ഇറക്കി. പിന്നെ രാമേന്ദ്രൻ സാറിന് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വഖഫിന്റെ മുതലാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ അവസാനം? അങ്ങേര് പറഞ്ഞ് ഞാനിത് റിപ്പോർട്ട് പിണറായി സർക്കാരിന് കൊടുക്കും. എന്നെ പിണറായി സർക്കാർ ഇരുത്തിയേക്കണം അതിനാണ്. വേറൊരു വിഷയം പറയട്ടെ. ഈ 1935 അവിടെ കടലെടുത്തു പോയത്. ഈ അന്ന് 404 ഏക്കർ ഉണ്ട്. 1950 ഇതെങ്ങനെ വഖഫാധാരത്തിലായ 404 അതിപ്പോ കോടതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കോടതി അത് ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. കടലെടുത്തു പോയ ഭൂമി എങ്ങനെ വഖഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, വഖഫ് ചെയ്യുമെന്നല്ല, അതല്ല ക്വസ്റ്റ്യൻ. 404 ഏക്കർ എങ്ങനെ വന്നു? കടലെടുത്തു പോയിന്ന് പറയണ്ടേ? അത് തന്നെ കോടതി പറഞ്ഞേക്കുന്നത്. കടൽ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് അവിടെ കടൽ കയറിയതാണ്. ഞാൻ ചോദിക്കണേ സാറേ, ഇപ്പൊ നമുക്കൊരു 100 രൂപ, ഈ സാർ പോയിന്റ് കേൾക്കണം, 100 രൂപ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് 12 രൂപ ചെലവാക്കി. ബാക്കി അവിടെ 88 രൂപ ഉണ്ടാവുമല്ല. ഈ 88 രൂപ ബാലൻസ് അല്ലേ നമുക്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ ചെലവ് കഴിച്ചിട്ട്. അതുപോലെ കടലെടുത്തു പോയി. ബാക്കി മെച്ചം എത്ര ഏക്കർ ഉണ്ടെന്ന് വേണ്ടേ? ഈ 1950 ഫാറൂഖ് കോളേജിനുള്ള ഇതില് എഴുതേണ്ടത്. അതൊന്നും സർവേ നടത്തിയിട്ടില്ല അന്ന്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശൻ സാറിന്റെ സർക്കാർ, സതീശൻ സാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണല്ലോ ചെയ്യേണ്ടത്. ഇനി ശരിക്കും അത് അളന്ന് തിട്ടപ്പെടുത്തണം.
എത്ര ഏക്കർ ഭൂമി? ഈ 400 ഇതെന്താ കടലമ്മ എടുത്തു കഴിഞ്ഞിട്ട് കടലമ്മ തിരിച്ചു തന്നോ? ചിലപ്പോ തിരിച്ചു തരാം, കടലമ്മ തന്നിരിക്കും സത്യമുള്ള മുതല്. വി.ഡി. സതീശൻ വക്കഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അങ്ങേരിക്കും അറിയാവുന്നതല്ലേ ഇത് പാട്ടഭൂമിയാണെന്ന്. പക്ഷെ അങ്ങേരും വക്കീലാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് വ്യവസ്ഥയോട് വക്കഫ് ചെയ്യാൻ പറ്റില്ല, വ്യവസ്ഥ വെച്ചിട്ട് വക്കഫ് ചെയ്തുകൊണ്ടാണ് ഇത് വക്കഫ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? അങ്ങേര് ചാർജ് എടുക്കാത്ത ഇത് പെട്ടെന്ന് ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ പറ്റൂലല്ല. ഈ ആധാരത്തിലുള്ള 1950 വ്യവസ്ഥകൾ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. പക്ഷേ ഞാൻ അത് തീർത്തും പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കയ്യിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ പൊയില് നടത്താൻ, കൃഷി നടത്താൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണത്. സത്താർ സേട്ടിന് ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രേഖ ആരും കാണിക്കാത്ത എന്താ സാർ? ഇനി സത്താർ സേട്ടിന് പട്ടയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പട്ടയം എന്തുകൊണ്ട് വെളിപ്പെടുത്തണില്ല? ഇതിൽ ശരിക്കും ഒരു ചതിയുണ്ട് സാർ. പാട്ടഭൂമിക്ക് വ്യാജരേഖ ഉണ്ടാക്കി, ആധാരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തു. ഇനി പട്ടയം ഉണ്ടെങ്കിൽ തന്നെ അത് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ പേർക്കാണ് പട്ടയം കിട്ടേണ്ടത്. മരിച്ചുപോയാൽ ശരിക്കും പട്ടയം മരിച്ചവരുടെ പേർക്ക് പട്ടയം കൊടുക്കൂല അല്ലേ? ഇനി മരിച്ചവരുടെ പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ല, മരിച്ചതിന് ശേഷം മൂസയുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിലും മൂസയുടെ പേരിലും ഉണ്ടാ പട്ടയം? മനസ്സിലായോ? അതാരും കാണിച്ചിട്ടുണ്ട്. മൂസയുടെ പേരിലുള്ള പട്ടയം എവിടെ? ഒരു പട്ടയവും കാണിക്കുന്നില്ല ആരും. കോടതിയിലെത്തിയത് ഈ 50 ഇടപ്പള്ളി പറൂര് കോടതിയിൽ 1943 പട്ടയം കൊടുത്തിട്ടില്ല. 43 എന്ന് പറയുമ്പോ വർഷം എത്രയായി സാർ? 12 കൊല്ലം വരെ ഒരു പേപ്പറൊക്കെ സൂക്ഷിച്ചു ആരും വെക്കുള്ളൂ. 12 കൊല്ലം കഴിഞ്ഞാൽ പോവും. ഇനി ഉണ്ടായിരുന്നിരിക്കും. ആർക്കേസിലില്ല. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. രാമേന്ദ്രൻ സാറും പറഞ്ഞു പട്ടയമില്ല. ഇപ്പൊ ഇനി മുനമ്പത്തിന് എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കുക? പരിഹാരം എന്ന് പറയാന്നുണ്ടെങ്കിൽ സാറേ, ഇത് 1943 ഭാഗപത്രം ഉണ്ടല്ലോ, അത് ഇന്ന് ആ മുനമ്പത്തിന്റെ സ്ഥലത്തിനെ അങ്ങോട്ട് മാറ്റണം. അതായത് കോടതികൾ നോക്കേണ്ടത്, എന്റെ ഒരു ബുദ്ധിയിൽ വന്നത് ഞാൻ പറയുകയാണ്. 1943 ഭാഗപത്രം മുതൽ കോടതി നോക്കണം. സെറ്റിൽമെന്റ് രജിസ്റ്റർ നോക്കണം. ശരിക്കും 1901 മുതലാണ് ആദ്യം നോക്കേണ്ടത്. അത് സാറ് തന്നെ പറയാൻ വേണ്ടിയാണ് ഞാൻ പോയിട്ടായിട്ട് ഇരുന്നത്. സാറ് അത്രത്തോളം ഇത് ഉണ്ടാന്നറിയാൻ. അവിടം തൊട്ട് അങ്ങോട്ട് നോക്കുക. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഇതെങ്ങനെ വന്ന് പെട്ട്, അത് ഹൈക്കോടതിന് നോക്കാൻ പറ്റില്ലല്ലോ സാർ. ഹൈക്കോടതിക്ക് പറ്റൂല. ഇത് നോക്കേണ്ടത് ആരാണ്? ബൊക്ക ട്രിബ്യൂണൽ കോടതിയാണ്. ബൊക്ക ട്രിബ്യൂണൽ കോടതിയാണ് 1901 മുതൽ നോക്കേണ്ടത്. ട്രിബ്യൂണൽ കോടതി പരിശോധിക്കണമെന്നാണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത്. അതെ, 100%. പക്ഷെ രാജൻ തട്ടേൽ സാർ അതിനെപ്പറ്റി ചോദ്യം ചെയ്തിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അന്ന് ലുക്മാൻ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിച്ചിരുന്ന കേട്ടിയ. ലുക്മാൻ പോയിരുന്നു അതിന്. മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാജൻ തട്ടേൽ സാറ് അത് ഇപ്പൊ ഇരിക്കുന്ന മിനിമോൾ മേഡമാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ മേഡം ഇപ്പൊ അതായത് രാജൻ തട്ടേൽ സാറ് മാറി ആ പോസ്റ്റിൽ വന്നേക്കണ അവര് അവിടം തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ ഇതിന്റെ കള്ളക്കളികളെല്ലാം 1 by 1 ആയിട്ട് പുറത്തു വരും. അതായത് വേറെ കാര്യമുണ്ട്, ഞാൻ GP സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? പുതിയ GP-യാ? അല്ല, പഴയ GP. അല്ല, പഴയ GP-യോട് ഈ സെറ്റിൽമെന്റ് രേഖയും പറഞ്ഞു. GP എന്താ പറഞ്ഞു? GP പറഞ്ഞു അത് ഞാൻ നോക്കും, അതിനെ പറ്റിയുള്ള. പക്ഷെ അതിനു മുമ്പ് ഡിവിഷൻ ബെഞ്ച് വിധി വന്നിരുന്നു ഹൈക്കോടതി ഡിസംബറിൽ. വന്നു. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പ്രോപ്പർട്ടി അല്ല എന്ന് പറയേണ്ടത് പക്ഷേ ഇന്ത്യൻ പാർലമെന്റോ ഒരു സംഭാഷണം കൂടി പറയാൻ പറ്റുള്ളൂ, അത്രയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തീർത്തും ഒക്കെ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ല. അല്ല, ആ ഇന്നറായിട്ട് അല്ലെങ്കിൽ ആ വിധി വായിച്ചാൽ വഖഫ് അല്ല എന്ന് അവര് പറയുന്നു. വിധി വായിച്ചാന്നുണ്ടെങ്കിൽ വഖഫ് ചെയ്ത ഭൂമി എങ്ങനെയാണ് തിരിച്ചു മക്കൾക്ക് വരിക? അത് മാത്രം. പക്ഷെ അതിലല്ല സാർ അർത്ഥം ഇരിക്കണം. ഈ ഭൂമി ആരുടേതെന്ന് ചോദ്യം.
മുനമ്പ ഭൂമി ആരുടേത്? സാർ ആ ഒരു ചോദ്യമാണ് മെയിൻ ആയിട്ട് വെക്കൊണ്ടിരുന്നത്. മുനമ്പം ആരുടെ? അത് തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂർ മഹാരാജാവിന്റെയോ സത്താർ ഹാജിന്റെ കുടുംബത്തിന്റെയോ അബ്ദുൽ സത്താർ ഹാജി മൂസാന്റെ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ തിരിമറി ചെയ്ത സിദ്ദീഖ് സേട്ടിന്റെയോ? ഇതൊരു തിരിമറി തന്നെ ആയിരുന്നു. സിദ്ദീഖ് സേട്ട് ചെയ്ത തിരിമറി 100% തിരിമറിയാ. എല്ലാത്തിലും സാക്ഷി അയാളുടെ പേരാണ്. അവസാനമാകുമ്പോ ആ സിനിമ അവസാനിക്കുന്നതും അയാളിൽ നിന്ന് തന്നെ ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അപ്പൊ സിദ്ദീഖ് സേട്ട് മരിച്ചിട്ട് എത്ര കൊല്ലമാവും? സിദ്ദീഖ് സേട്ട് ഉള്ളത് വാപ്പ മരിച്ചതിന് ശേഷമാണ് അയച്ചത്. എന്നാലും 40 വർഷമായി. അത്രയും 40 40. ഈ ഫറൂഖ് കോളേജിന്റെ ആരെങ്കിലും പിന്നീട് കണ്ടിരുന്ന? ഫാറൂഖ് കോളേജിൽ ആരും എന്നെ കണ്ടിട്ടില്ല. പുതിയ തലമുറയിലെ ആളുകളെ അല്ല, എന്നെ വന്നിട്ട് മീറ്റ് ചെയ്തുമില്ല, ഒന്നുമില്ല. ഈ മുനമ്പങ്കാര് എപ്പോഴെങ്കിലും വന്ന് സംസാരിച്ചു? അവരുടെ വക്കീൽ എന്നെ ഒരു ദിവസം പറഞ്ഞു, ഇത് നിങ്ങളുടെ അപ്പൂപ്പന്റെ സ്ഥലമായിരുന്നു, അത് മുത്തച്ഛന്റെ സ്ഥലമായിരുന്നു, അബ്ദുൽ സത്താർ ഹാജി മൂസാന്റെ. അപ്പൊ ഇനിയിപ്പോ പുതിയ വഖഫ് ബോർഡ് വരുമല്ലോ? അല്ലല്ല, വഖഫ് ബോർഡ് ആണെങ്കിലും വഖഫ് ബോർഡിന് ഇത് ചെയ്യാൻ പറ്റുമോ? അവിടെ പോയിട്ട് അളക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഓരോരുത്തരുടെ കയ്യിൽ കിടക്കണ ഭൂമി എത്രയാണെന്ന് വഖഫ് ബോർഡിന് പോയിട്ട് അളക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പൊതുവായിട്ട് അത് ചെയ്യേണ്ടത് ആരാണ്? സതീശൻ സാറിന്റെ സർക്കാർ കോടതി പറയണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അളക്കണം. അല്ല, അളക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഉണ്ടാവേണ്ടത് ചരിത്രപരമായി ഇത് ആരുടേത് അല്ല, അത് തുടക്കം കുറിക്കണം. അതെടുത്തിട്ട് രേഖകളുണ്ടല്ല, രേഖകൾ എടുത്തിട്ട് സർക്കാരിന്റെ ഭൂമിയാണ്. ആ സർക്കാരിന്റെ ഭൂമി ഉണ്ടായിരുന്നത് എവിടെ പോയി? കടലെടുത്ത് പോയി. അതിനെല്ലാം ഗവൺമെന്റിൽ റെക്കോർഡിക്കൽ ഉണ്ടാവും. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ കൈവശം വളച്ചു കൂട്ടിയെടുത്തത് എത്ര? റിസോർട്ടുകാർ വളച്ചു കൂട്ടിയെടുത്തത് എത്ര? എത്ര എണ്ണത്തിന്റെ തീരാധാരങ്ങൾ നടത്തിയിട്ടുണ്ട്? അപ്പൊ അതൊക്കെ എത്രയാന്ന് എല്ലാം സർക്കാരിന് പരിശോധന. അല്ല, വഖഫ് ബോർഡ് പോയിട്ട് അവിടെ പോയി അളക്കാൻ പറ്റില്ല വഖഫ് ബോർഡിന്. അതുമല്ല, ഇപ്പൊ 2025 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 54 എന്നുള്ള വിഷയം മാറ്റിയിട്ടില്ല. വഖഫിന്റെ മുതല് വഖഫ് ആണോ ഉണ്ടെങ്കിൽ അത് വഖഫ് ബോർഡിന് നോക്കാം. ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതുള്ളത് അതിന്റെ മുത്തവല്ലിക്ക് നോക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വഖഫ് ബോർഡ് പറയണ എന്താണ്? ഇതെല്ലാം വഖഫാണ്, നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ അബ്ദുൽ സത്താർ ഹാജി മൂസ ഒരു വിൽപത്രം ഉണ്ടാക്കി. ഇതില് പട്ടിയെ ഇദ്ദേഹം വഖഫ് ചെയ്തു, ആലുവായ്പള്ളി. ബി പട്ടിക ധർമ്മസ്ഥാപനമാക്കി. പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തപ്പോ ഞാൻ കണ്ടുപിടിച്ചു, RTA പ്രകാരം ഞാൻ ചോദിച്ചത് എന്താണ്? വഖഫ് ചെയ്തത് ഒരേ ആധാരം, ഒരേ വിൽപത്രം. ഇതിൽ 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾക്ക് 2 പേരാണോ എന്ന് പറഞ്ഞു. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താന്ന് ചോദിച്ചപ്പോ എനിക്ക് 2 രജിസ്ട്രേഷൻ നമ്പർ അവർ തരാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ 3300 ധർമ്മസ്ഥാപനവും 3130 ആലുവായ്പള്ളി വഖഫും. അതാണ് വഖഫ് ബോർഡ് ചെയ്ത. പക്ഷേ വഖഫ് ബോർഡ് പറയണ എന്താണ്? അത് ചേർത്തത് കാരണം, ഇത് ഞങ്ങൾ അവരുടെ രജിസ്റ്ററിൽ ചേർത്തത് കാരണം ഇത് വഖഫായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണത്? ഇപ്പൊ ഉമീദ് പോർട്ടലില് ചേർക്കണമെന്നുണ്ടെങ്കിലും അവര് ട്രസ്റ്റ് ആയിട്ടാണ് ചേർക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് വഖഫായിട്ട് ചേർക്കാൻ പറ്റൂല. 3300 ധർമ്മസ്ഥാപനം. ധർമ്മസ്ഥാപനം എന്ന് പറയണത് വഖഫാണെന്ന്. ധർമ്മസ്ഥാപനം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയാണ് സാറേ, ഇംഗ്ലീഷിൽ ട്രസ്റ്റ് ആണെന്നാണ്. ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടെങ്കിലും ട്രസ്റ്റ്. അപ്പൊ അതിലൊരു ധർമ്മം വന്നല്ലേ? ധർമ്മം വന്നതൊന്നും അല്ല. ധർമ്മം പറയണത്, അതായത് മുസ്ലിം ഇതില് ഒരു വ്യക്തിക്ക് കണ്ടമാനം സ്വത്തുണ്ട്. മുഴുവൻ സ്വത്തുക്കളും വഖഫ് ചെയ്യാൻ പാടില്ല. 1/3 ഭാഗം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മുഴുവൻ സ്വത്ത് ദൈവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കള് പട്ടിണി കിടക്കും. അപ്പൊ ഈ സിദ്ദീഖ് സേട്ടിന് ഒരുപാട് വേറെ സ്വത്ത് ഉണ്ടായിരുന്ന? അല്ല, ഇല്ല, ഒന്നുമില്ല. ഇയാള് ചെയ്തത് എന്താണ്? ഇത് വഖഫല്ല,
പാട്ടഭൂമിയാണ്. എന്നെ സർക്കാർ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലെണ്ണേണ്ടി വരും. EMSന്റെ കാലമോ വരാൻ പോണത്. ഗൗരിയമ്മ വിടുവോ? 16 ഏക്കറേ പാടുള്ളൂ. 16.6. ഇത് 404 ഏക്കറാണ് വന്നേക്കണത്. അപ്പൊ എന്താണ്, ഇത് കൊണ്ടുപോയി ഫാറൂഖ് കോളേജിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനിത് ഫാറൂഖ് കോളേജിന് കൊടുത്തുപോയി പറയാ, വഖഫ് ചെയ്തു പോയി. അങ്ങനെ ഇയാൾക്ക് തന്ത്രം കളിക്കാന്ന് വേണ്ടി ഈ തന്ത്രശാലി പോയിട്ട് ഈ കളി ചെയ്തു വെച്ചത്. വഖഫ് ബോർഡ് 1964 വഖഫ് ബോർഡ് ഇവിടെ രൂപീകരിച്ചത്. ഇവിടെ വന്നിട്ട് 1961 സെൻട്രൽ ഗവൺമെന്റിന്ന് അക്തർ ഹുസൈൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാറേ. അപ്പൊ ഇവിടെ EMSന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വാപ്പാനോടും എല്ലാം വന്നിട്ട് പറഞ്ഞ്, ഹുസൈൻ ഭായി അതായത് ഇന്ത്യയില് സേട്ടു വാപ്പ മുത്തവല്ലിയ മാനേജിങ് ട്രസ്റ്റിയാ. വാപ്പാനോട് വാപ്പാന്റെ ചേട്ടൻ ദി ഹോളിൽ ഡിന്നറായിരുന്നു രാത്രി, നോയമ്പ് സമയമായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ വയ്യാതാരും ആവും, ഇതെല്ലാം സർക്കാർ കൊണ്ടുപോയി കളയും. എന്താ 154 ഏക്കർ സത്താർ ഐലൻഡ്. ഇത് എൻ്റെ വീട് 24 സെന്റേ ഉള്ളൂ, 24-26 സെന്റേ ഉള്ളൂ. ബാക്കി ഇവിടെ 1 ഏക്കർ 16 സെന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം മട്ടാഞ്ചേരിയിലുണ്ട് 1.5 ഏക്കർ 2 ഏക്കറോളം. പിന്നെ പള്ളൂരുത്തില് 2.25 ഏക്കർ 3.25 ഏക്കർ. ഇതെല്ലാം സർക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ മക്കളൊക്കെ പട്ടിണിയാവും. അപ്പൊ അത് കാരണം നിങ്ങൾ താമസിക്കുന്ന വീടും നഷ്ടപ്പെടും. നിങ്ങൾ വഖഫ് ബോർഡിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തതാ. സത്താർ ഐലൻഡ് അല്ല, ഈ ബി പട്ടിക ട്രസ്റ്റിന്റെ. എന്നിട്ടാണ് 3300 എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടിയത്. എന്നിട്ട് ആലുവായി പള്ളിക്ക് 3130 വെച്ചു. അപ്പൊ ഈ ഭൂമിയൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? ഈ ഭൂമി കണ്ടില്ലേ, ഇത് ട്രസ്റ്റ് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി വാങ്ങിച്ചു പറഞ്ഞിട്ടുള്ള രേഖ. ഇതിൽ വഖഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്സ് ഉണ്ടെങ്കിൽ എന്റെ സത്യത്തിന് വിലയുണ്ട് സർ. അതായത് വഖഫ് ബോർഡ് ഇത് ഇപ്പൊ വഖഫാണെന്ന് പറയുന്ന, വഖഫ് ബോർഡ് ഇത് കണ്ടിട്ട് പറയും ഇത് വഖഫാണെന്ന്. ഇതില് മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത് ധർമ്മസ്ഥാപനം. അപ്പൊ അവരെന്ത് പറയും, വിൽപത്രത്തില് ഇത് വഖഫ് എന്ന് എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു അബ്ദുൽ സത്താർ ഹാജി മൂസ ഈ പട്ടിക വസ്തു ധർമ്മസ്ഥാപനം ആക്കി എന്നാണ് പറഞ്ഞേക്കണത്, വഖഫ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ല. പക്ഷേ 1% ഇത് വഖഫ് ചെയ്തിട്ടില്ലേ. വഖഫ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരാളുടെ കയ്യിൽ 500 രൂപ ഉണ്ട്, 100 രൂപ എടുത്തിട്ട് ഞാൻ പാവപ്പെട്ടവന് കൊടുത്തു. അതെങ്ങനെയാ സാറേ അത് വഖഫ് ആവണത്? അത് സക്കാത്താണ്. അതുപോലെ അങ്ങേര് ചെയ്തു. ഞങ്ങളെ ഒഴിയാൻ വേണ്ടി ഞങ്ങളെയും പറഞ്ഞിട്ടുണ്ടെന്ന് സെക്ഷൻ 54 വെച്ചിട്ട്. ഇങ്ങനെ ഇവിടെ എത്ര ഭൂമി വരും നിങ്ങളുടെ ഇതല്ലാതെ വേറെ ഉണ്ടാ? ഇല്ല, ഇവിടെ 1 ഏക്കർ 16 സെന്റാണ്. ഇതില് ഞാൻ താമസിക്കണ 24 അല്ലെങ്കിൽ 26 സെന്റ് ഉള്ളൂ. ബാക്കി അവിടെ പുറംവശത്ത് കാലിപ്പറമ്പായിട്ട് കിടക്കണം. ട്രസ്റ്റിന്റെ പേരിൽ, ധർമ്മസ്ഥാപനത്തിന്റെ പേരിലാണ്. ഒക്കെ ബോർഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രേഖയും കണ്ടിട്ടുണ്ട്. അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് ധർമ്മസ്ഥാപനം എന്റെ ഉടമസ്ഥത അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് ധർമ്മസ്ഥാപനത്തിനാണെന്ന്. അപ്പൊ വഖഫ് ബോർഡ് പറഞ്ഞിട്ടില്ലല്ല, വഖഫ് ബോർഡിന്റെ രേഖയാണത്, അല്ലാണ്ട് ഞാൻ എഴുതി വെച്ചതൊന്നുമല്ല. ട്രസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് എങ്ങനെ വഖഫ് ആവും സാർ? അപ്പൊ ഈ പുതിയ സർക്കാർ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട ചർച്ച, ഞാൻ ഒരു കാര്യം ഞാൻ പറയാ VD സതീശൻ സാറിനെ, സതീശൻ സാറ് ഞങ്ങളുടെ കാര്യവും കൂടി ശരിയാക്കി തന്നെ മുനമ്പത്തോടൊപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനം ചെയ്തു തന്നെ സതീശൻ സാറ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. അതായത് സത്താർ ഐലൻഡിന് 154 ഏക്കറും വേണ്ട, അതിന്റെ അവകാശവും വേണ്ട. പള്ളൂർത്തില് 2.25 ഏക്കറും 3.25 ഏക്കറും കാലിപ്പറമ്പായി കിടക്കണം, അതിന്റെ അവകാശവും വേണ്ട. മട്ടാഞ്ചേരിയിൽ 4 കൂറ്റം കെട്ടിടങ്ങളുണ്ട്, അതിന്റെ അവകാശവും വേണ്ട. ഈ പുറയിലത്തെ ഭൂമിയുണ്ട്, ഇവിടെ വേറെ ഉണ്ടല്ലോ 1 ഏക്കർ ചില്ലറ ഉണ്ടല്ലോ, അതിന്റെ ഇതും വേണ്ട. ഞാൻ താമസിക്കുന്ന വീട് ഗേറ്റ് മുതൽ എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്തെ മതിൽക്കെട്ട് കിണർ വരെ
24-26 സെന്റ് സ്ഥലം എനിക്ക് തന്നെ. അപ്പൊ നമുക്ക് നിർത്താം, അവിടെ വെച്ച് ശരി നിർത്താം. സാർ. ഓക്കെ. ശരി.